ഈ കുടുംബത്തിനും ഇവിടെയുള്ള ആളുകൾക്കും ചേരാത്ത തരം താഴ്ന്ന കളിക്കാ നിങ്ങൾ മുതിരുന്നത്. ഒരുമാതിരി താഴേക്കിടയിലുള്ള സ്ത്രീകൾ പോലും ചെയ്യാൻ അറക്കുന്ന വൃത്തികെട്ട കളി. അതെ, സംഭവം നീ പറഞ്ഞതൊക്കെ ഉള്ളതാ. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നീ ചെയ്യേ. പിന്നെ ഈ കുടുംബത്തിന്റെ മഹിമയുടെ കാര്യമൊന്നും നീ പറയണ്ട. ഇവിടുത്തെ മഹിമയാണ് നീ പറഞ്ഞതെങ്കിൽ അതെനിക്ക് നേരത്തെ അറിയാം. അറിയാവുന്ന ആളുകളെ ആയതുകൊണ്ടാണല്ലോ ഞാൻ വാളെടുത്ത് വെട്ടാനൊരുങ്ങി നിൽക്കുന്നത്. ഈ ഗർഭവും കുഞ്ഞിനെയും വെച്ച് തന്നെയാ അവന്തികനെ ഓരോന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നടക്കില്ലെന്ന് തന്നെയാ ഞാനും പറഞ്ഞത്. എന്താ എന്നെ നീ ഇതിലും തോൽപ്പിക്കുന്നാണോ? മുന്നത്തെ പോലെ എല്ലാത്തിനും അവസാനം അർച്ചനയ്ക്ക് ജയിക്കാൻ ഇത് നിസ്സാര സംഭവമല്ല. നിനക്ക് ജയിക്കാനുള്ള ഒരേ ഒരു വഴി നിനക്ക് സച്ചിക്കും ഒരു കുഞ്ഞുണ്ടാവാന്നുള്ളതാ. അങ്ങനൊരു വിധി നിനക്കില്ലല്ലോ. ആ, അങ്ങനെ ഉണ്ടെങ്കിൽ നീ പ്രസവിച്ച് കാണിക്കേ. സച്ചിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യം ഇവരെങ്ങനെ അറിഞ്ഞു? എനിക്കറിയാം, ലോകത്തൊരു പെണ്ണും കേട്ടു നിൽക്കുന്ന കാര്യമല്ല ഞാനിപ്പോ പറഞ്ഞെന്ന്. ഞാനേ വെറുതെ ഊഹിച്ചു പറഞ്ഞതാ. നമ്മൾ കട്ടയ്ക്ക് പൊരുതുന്നതാ എനിക്കിഷ്ടം. അതിന് നീ കൂടെ ഗർഭിണിയാവണം. ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും കൂടെ വേണം. ഈ വീട്ടിലിപ്പോ 2 ഗർഭിണികൾ. നെല്ലിശ്ശേരി സേതുമാധവന്റെ മൂത്ത മകന്റെ ഭാര്യയായ അവന്തികയും ഇളയ മകന്റെ ഭാര്യയായ ആതിരയും. അവര് തമ്മിലാ മത്സരം. ഇതിനിടയ്ക്ക് 2ാമത്തെ മകന്റെ ഭാര്യ അർച്ചനയ്ക്ക് ഒരു റോളും ഇല്ല. ഇവിടെ നടക്കുന്നതിനൊക്കെ ഒരു പ്രേക്ഷക എന്നതിനപ്പുറം അർച്ചനയ്ക്കൊന്നും ചെയ്യാനില്ല. ഒരു കാര്യം നിന്റെ മുഖത്ത് നോക്കി തന്നെ പറയാം. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന എല്ലാ ആഘോഷങ്ങളിലും 2 ഗർഭിണികളാ. പക്ഷേ അതിലൊരു ഗർഭിണി മാത്രമേ പ്രസവിക്കൂ. അതെന്തായാലും നിന്റെ അനിയത്തി ആവില്ല. ഈ അവന്തികയായിരിക്കും. പ്രസവിക്കുന്നതിന് മുൻപ് നിന്റെ അനിയത്തി ആതിരയുടെ കുഞ്ഞ് അബോഷനാവും. ആക്കും ഈ അവന്തിക. നിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ടാ ഞാനിത് ചെയ്യാൻ പോകുന്നത്. നിന്നെ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ നീ തടയേ. ഒറ്റയ്ക്ക് നീ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. അതിന് അർച്ചന ഒറ്റയ്ക്കാണെന്ന് അവന്തികയോട് ആരാ പറഞ്ഞേ?